ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് പുറപ്പെടുന്നതെല്ലാം ഘനമേറിയവയാണ്. എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉള്ളതാണ്. കാരണം അത് തരുന്ന ദൈവവും അത് സ്വീകരിക്കുന്ന നമ്മളും വിലയേറിയവരായതുകൊണ്ടാണ് ഘനമേറിയത് ലഭ്യമാകുന്നത്. സ്വീകരിക്കുന്ന നമ്മളെക്കുറിച്ച് ആദ്യം പറയാം. നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിൽ വിലയേറിയവരാണോ? നിശ്ചയമായിട്ടും. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, ദൈവത്തിൻ്റെ കണ്ണിൽ വിലയേറിയവരാണ്. കാരണം വിലയേറിയ രക്തം നൽകിയാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സമ്പാദിച്ചത്. ഇനി തരുന്ന ദൈവം വലിയ ആളാണോ? നിശ്ചയമായിട്ടും. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ഉന്നതനായ സകലത്തിൻ്റെ ഉടയവനാണ് നമുക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് പകരപ്പെടുന്നതെല്ലാം ഘനമേറിയവയാണ്. അപ്പം അത് സ്വപ്നമാണെങ്കിലും അത് ദർശനമാണെങ്കിലും അത് ഹൃദയഭാരമാണെങ്കിലും അത് അഭിഷേകമാണെങ്കിലും അത് നിയോഗമാണെങ്കിലും എന്താണെങ്കിലും ദൈവത്തിൽ നിന്ന് എന്നിലേക്ക് പകരപ്പെടുന്നതെല്ലാം ഘനമേറിയവയാണ്. ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയുള്ളൂ. അപ്പോൾ ഈ ഘനമേറിയത് ദൈവത്തിൽ നിന്ന് എന്നിലേക്ക് വെളിപ്പെടുമ്പോൾ അതെൻ്റെ പുറമേയുള്ള ശരീരത്തിലേക്കല്ല പകരുന്നത്, എൻ്റെ ആത്മമനുഷ്യനിലേക്കാണ് ദൈവം അത് പകരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഘനമേറിയത് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ നമ്മുടെ ആത്മമനുഷ്യൻ എപ്പോഴും ബലമുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ അത് സ്വീകരിക്കത്തക്ക വിധത്തിൽ പ്രാപ്തി ഉണ്ടാകണം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിൽ നിന്ന് ആ കാര്യം നമ്മിലേക്ക് പകരപ്പെടുമ്പോൾ ഉള്ള ശക്തിയും അല്ലെങ്കിൽ വേണ്ട ശക്തിയും അത് നിവർത്തീകരിക്കുമ്പോൾ ഉണ്ടാകേണ്ട ശക്തിയും രണ്ടും രണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനിലേക്ക് ദൈവം പകർന്ന സ്വപ്നം അത് ഭയങ്കര വെയിറ്റ് ഉള്ളതാണ്, ഭയങ്കര ഘനമേറിയതാണ്. ആ ഘനമേറിയത് യോസഫിന് കിട്ടുന്ന സമയത്ത് ആ പകർന്ന സ്വപ്നത്തിനെ അത്രമാത്രം മുറുകെ പിടിക്കാനുള്ള, അല്ലെങ്കിൽ അതിന് തക്ക ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി ഒന്നും യോസഫിനില്ല. പക്ഷേ എങ്കിലും ദൈവം അത് പകർന്നു. എന്നാൽ അതിനെ പൂർത്തീകരിക്കുന്ന സമയത്ത് അതിനെ നിവർത്തീകരിക്കത്തക്ക വിധത്തിൽ, ദൈവത്തിന് ആ സ്വപ്നത്തെ ഫുൾഫിൽ ചെയ്യത്തക്ക വിധത്തിൽ യോസഫ് വ്യതിയാനമുള്ളവനായിട്ട് മാറി, തൻ്റെ ആത്മമനുഷ്യൻ അത്രയും ബലമുള്ളവനായിട്ട് മാറി. ഇന്നത്തെ സന്ദേശത്തിലൂടെ കർത്താവ് നമ്മളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിൽ നിന്ന് നമ്മിലേക്ക് പകരപ്പെടുന്നതെല്ലാം ഘനമേറിയ കാര്യങ്ങളാണ്. അത് ദർശനമാണെങ്കിലും വെളിപ്പാടാണെങ്കിലും സ്വപ്നമാണെങ്കിലും ദൗത്യമാണെങ്കിലും നിയോഗങ്ങളാണെങ്കിലും ആത്മഭാരമാണെങ്കിലും അഭിഷേകമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഘനമേറിയവയാണ്. പക്ഷേ അതെൻ്റെ ഈ പുറമേയുള്ള ശരീരത്തിലേക്കല്ല പകരാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ആത്മമനുഷ്യനിലേക്കാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ആത്മമനുഷ്യൻ അതിനെ സ്വീകരിക്കത്തക്ക വിധത്തിൽ, അതിനെ വഹിക്കത്തക്ക വിധത്തിൽ, അതിനെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ, അത് എന്നിൽ പൂർത്തീകരിക്കത്തക്ക വിധത്തിൽ എൻ്റെ ആത്മമനുഷ്യൻ വളരുന്ന ഒരനുഭവം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ഘനമേറിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ? അത് വഹിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ഘനമേറിയ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അത് ജീവിതത്തിൽ നടപ്പാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങളുടെ ആത്മമനുഷ്യനെ വളർത്താനുള്ള പാതയിലേക്ക് നിങ്ങൾ നീങ്ങുക. ആത്മമനുഷ്യൻ്റെ വളർച്ചയാണ് ദൈവം പകരുന്ന ഘനമേറിയ കാര്യങ്ങളെ സ്വീകരിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരാനുമുള്ള കാരണം. ഞാൻ പറഞ്ഞല്ലോ, യോസഫ് എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആത്മവളർച്ചയുടെ സമ്പൂർണ്ണത എത്തിയപ്പോഴാണ് ആ സ്വപ്നത്തിൽ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് ദൈവം നിവർത്തീകരിച്ചത്. യോസഫിൻ്റെ സഹോദരന്മാർ തന്നെ വണങ്ങുമെന്ന സ്വപ്നത്തിനകത്തുള്ള കാര്യം നടന്നത് എപ്പോഴാണെന്നറിയോ? യോസഫ് സമ്പൂർണ്ണമായിട്ട് തൻ്റെ സഹോദരന്മാരോട് ക്ഷമിക്കും എന്ന ഒരു കാഴ്ചപ്പാട് യോസഫിൻ്റെ അകത്ത് ദൈവം രൂപപ്പെടുത്തി. ആ സ്വഭാവം, ദൈവസ്വഭാവം കംപ്ലീറ്റ്ലി ദൈവം രൂപപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് തൻ്റെ സഹോദരന്മാർ തൻ്റെ മുമ്പിൽ വീണ് യോസഫിനെ നമസ്കരിക്കുന്ന ആ പണ്ട് കണ്ട സ്വപ്നം നടപ്പായത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മമനുഷ്യനിൽ ദൈവം പ്രതീക്ഷിക്കുന്ന വളർച്ചകൾ നടക്കട്ടെ. അത് നടന്നാൽ
നിശ്ചയമായിട്ടും ദൈവം പകർന്ന ഘനമേറിയ കാര്യങ്ങൾ നമ്മൾ നിവർത്തിയിരിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഘനമേറിയ കാര്യങ്ങൾ എന്നിലേക്ക് വരണമെന്നും ഘനമേറിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണമെന്നും ഘനമേറിയ കാര്യങ്ങൾ എന്നിൽ നിവർത്തിയിരിക്കപ്പെടണമെന്നും? അതെ, ദൈവം നമ്മളിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്നതെല്ലാം വിലയേറിയ കാര്യങ്ങളാണ്, ഘനമേറിയ കാര്യങ്ങളാണ്. അത് സ്വീകരിക്കാൻ നമ്മുടെ ആത്മമനുഷ്യനെ കുറച്ചുകൂടെ പുഷ്ടിയുള്ളതാക്കാം, പക്വതയുള്ളതാക്കാം, ദൈവം പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് നമുക്ക് വളർത്താം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സന്ദേശം കൂടുതൽ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ചിന്തകളെ പ്രകാശിപ്പിച്ചാട്ടെ. അങ്ങ് ഞങ്ങളിലേക്ക് പകരുന്ന എല്ലാ കാര്യങ്ങളും മഹത്വമേറിയതും ഘനമേറിയതും വിലയേറിയതുമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ പലപ്പോഴും ഞങ്ങൾക്കതിനെ സ്വീകരിക്കാൻ കഴിയാതെ ഞങ്ങളുടെ ആത്മമനുഷ്യൻ ഭയങ്കര വീക്കായിട്ട് ബലഹീനമായിട്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ദൈവം പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് ആത്മമനുഷ്യനെ ഉണർത്തുകയും വളർത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഘനമേറിയ കാര്യങ്ങൾ സ്വീകരിക്കാനും വഹിക്കാനും അതിനെ മനസ്സിലാക്കാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടാനും ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവം പറയുന്ന എല്ലാ സന്ദേശങ്ങളും നമുക്ക് പറയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി മനസ്സിലാകണമെന്നില്ല. കാരണം നമ്മുടെ ആത്മമനുഷ്യൻ പല കാര്യങ്ങളിലും വീക്കാണ്. ആത്മമനുഷ്യൻ ബലപ്പെടട്ടെ. ആത്മമനുഷ്യൻ ബലപ്പെട്ടാൽ ഘനമേറിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ പ്രകാശനങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകട്ടെ. കർത്താവ് നമുക്കതിന് കൃപ നൽകട്ടെ. ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്സഡ് ഡേ. ആമേൻ, ആമേൻ, ആമേൻ.